ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ചൂരമീൻ കറിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, കഴുകി വെച്ച മീൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഉള്ളികളും ഇഞ്ചിയും എല്ലാം ഞാൻ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞിട്ടും ചേർക്കാം കേട്ടോ. ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനിതാ ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് വയ്ക്കുന്നതാണ് കറികൾക്ക് ടേസ്റ്റ് കൂടുക. ഓയിലും ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളികളൊക്കെ എത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് സ്വാദുമായിരിക്കും. പക്ഷെ കരിയാനും പാടില്ല. ഉള്ളി ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് ആയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തും അധികം ആൾക്കാരും വെക്കാറുണ്ട്. ഞാൻ പക്ഷേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വെക്കാറുള്ളത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാം, ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ മുളക് പൊടിയൊക്കെ ഒന്ന് റെഡിയായപ്പോൾ ഞാനതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഒരു മീഡിയം ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഉലുവാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കാൻ പാടില്ല, കറിക്ക് കയ്പ്പായിരിക്കും. പിന്നെ ഇതാ കുടംപുളി 3 കഷ്ണം എടുത്തിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പെല്ലാം ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചൂരയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 കിലോയോളം ചൂര ഉണ്ടാവും. അതിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ചേർത്തതിന് ശേഷം പൊടിയാതെ മെല്ലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല ബലത്തിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മീനെല്ലാം പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് മതിയാവും മീൻ വേവാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരമൊന്നും മീൻ അതിലിട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ മീനെല്ലാം വഴറ്റി റെഡിയാവും. അപ്പോൾ ഇതാ തിളയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂര പൊതുവെ 2 നിറത്തിലാണ് കിട്ടാറുള്ളത്, ചുമന്ന കളറിലും കറുപ്പ് കളറിലുമാണ്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് കറുപ്പ് കളറിലുള്ളതാണെന്നാണ് തോന്നുന്നത്. ചില സമയങ്ങളിൽ ചുമന്ന കളറിലുള്ളതും വരും. ചുമന്ന കളറിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ രണ്ടും ഒരേ ഇത് തന്നെ, കളറിൽ വ്യത്യാസമുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചൂരക്കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം പാകത്തിന് അത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് ചാറ് വേണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ
നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചൂരക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.